നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കേരള പോലീസിന്റെ ഇടപെടലുകൾ വിവാദമാകുന്നു. ബിജെപിയുടെ ഓഫീസ് സീൽ പതിച്ച സർക്കുലർ മറ്റു പാർട്ടികൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിതരണം ചെയ്ത സംഭവത്തിൽ പ്രതികരിച്ചവർക്കെതിരായ നടപടിയിൽ പോലീസിനെതിരെ വിമർശനം ഉയർന്നിരുന്നു. ഇപ്പോഴിതാ മനോരമ ന്യൂസിൽ സംപ്രേഷണം ചെയ്ത പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ അഭിമുഖം കേരള പോലീസിന്റെ നിർദ്ദേശപ്രകാരം ഫേസ്ബുക്ക് നീക്കം ചെയ്ത നടപടിയാണ് വിവാദത്തിലേക്ക് വഴിവെക്കുന്നത്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനുമായി മനോരമ ന്യൂസിന്റെ ന്യൂസ് ഡയറക്ടർ ജോണി ലൂക്കോസ് നടത്തിയ സംഭാഷണത്തിന്റെ റീലാണ് ബുധനാഴ്ച ഉച്ചയോടെ ഇന്ത്യയിൽ വിലക്കിയത്. അഭിമുഖം ഇന്ത്യയിൽ കാണുന്നത് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് കേരള പോലീസിന്റെ സൈബർ ഓപ്പറേഷൻസ് വിഭാഗം IT ആക്ട് 2000 സെക്ഷൻ 79/3B പ്രകാരം ഫേസ്ബുക്കിന് നോട്ടീസ് നൽകുകയായിരുന്നു. എന്ത് വീഴ്ചയുടെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി എന്നത് വ്യക്തമല്ല. ചൊവ്വാഴ്ച ചിത്രീകരിച്ച അഭിമുഖം മനോരമ ന്യൂസ് ചാനലിൽ തത്സമയ സംപ്രേഷണം ചെയ്യുകയും സാമൂഹിക മാധ്യമ പേജുകളിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരായ വിമർശനങ്ങളും UDF മുന്നോട്ട് വയ്ക്കുന്ന ഗ്യാരണ്ടി അടക്കമുള്ള വാഗ്ദാനങ്ങളും ഉൾപാർട്ടി ചർച്ചകളുമെല്ലാം അഭിമുഖത്തിൽ പരാമർശിക്കുന്നുണ്ട്. 1 മണിക്കൂർ നീണ്ട അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഉൾപ്പെട്ട റീലിന്റെ ലിങ്ക് ഫേസ്ബുക്കിൽ ഇപ്പോഴും ഉണ്ടെങ്കിലും ഇന്ത്യയിൽ വീഡിയോ കാണാൻ സാധിക്കില്ല. ഫേസ്ബുക്കിന് നോട്ടീസ് നൽകിയ കാര്യം ആദ്യം കേരള പോലീസ് നിഷേധിച്ചെങ്കിലും പിന്നീട് സമ്മതിച്ചു. ലിങ്കിലെ കമന്റ് ബോക്സിലെ അധിക്ഷേപകരമായ പരാമർശങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് സ്വമേധയാ ഫേസ്ബുക്കിന് നിർദ്ദേശം നൽകിയെന്നാണ് പോലീസിന്റെ വിശദീകരണം. കമന്റുകൾ മാത്രം നീക്കാനാണ് ഫേസ്ബുക്കിനോട് ആവശ്യപ്പെട്ടതെങ്കിലും കമന്റ് ബോക്സിൽ ചേരിതിരിഞ്ഞുള്ള വാഗ്വാദം നടക്കുന്നത് സംഘർഷത്തിന് കാരണമായേക്കുമെന്ന വിലയിരുത്തലിലാണ് നടപടിയെന്ന് പോലീസ് സൈബർ വിഭാഗം വിശദീകരിച്ചു. ഫേസ്ബുക്കിന്റെ നയങ്ങൾക്കും മാർഗരേഖയ്ക്കും വിരുദ്ധമായതോ IT നിയമം ഉൾപ്പെടെ ഏതെങ്കിലും നിയമവ്യവസ്ഥകൾക്ക് എതിരായതോ ആയ ഒരു ഉള്ളടക്കവും നീക്കം ചെയ്യപ്പെട്ട റീലിൽ ഉണ്ടായിരുന്നില്ല. മാർഗരേഖ ലംഘിച്ചിട്ടില്ലെന്ന് ഫേസ്ബുക്ക് അവരുടെ നോട്ടിഫിക്കേഷനിൽ സൂചിപ്പിക്കുന്നുമുണ്ട്. ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ നീക്കം ചെയ്തതിനെതിരെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും മനോരമ ന്യൂസ് പരാതി നൽകി. അതേസമയം BJPയുടെ ഓഫീസിൽ പതിച്ച സർക്കുലർ മറ്റു പാർട്ടികൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിതരണം ചെയ്ത സംഭവത്തിൽ പ്രതികരിച്ചവർക്കെതിരായ നടപടി അപലപിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത് വന്നു. സർക്കുലർ വെറുമൊരു ഉദ്യോഗസ്ഥന്റെ പിഴവായി മാത്രം കണ്ട് നിസ്സാരവൽക്കരിക്കാനാവില്ല. മുതിർന്ന ഉദ്യോഗസ്ഥർ പരിശോധിക്കാതെ ഇത്തരം പ്രധാന ആശയവിനിമയങ്ങൾ പുറത്തേക്ക് അയക്കുന്നത് അബദ്ധമായോ യാദൃശിക വീഴ്ചയായി തള്ളിക്കളയാനാവില്ല. ഈ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തലത്തിൽ അന്വേഷണം ഉണ്ടാകണമെന്ന് കേരളത്തിലെ CEO വ്യക്തമാക്കിയിട്ടുണ്ട്. അന്വേഷണത്തിന്റെ കണ്ടെത്തലുകൾ രാഷ്ട്രീയ പാർട്ടികളെയും പൗരന്മാരെയും അറിയിക്കണമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് അയച്ച കത്തിൽ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. വിഷയത്തിൽ പ്രതികരിച്ചവർക്കെതിരെ കമ്മീഷന്റെ ആവശ്യപ്രകാരമാണ് പോലീസ് നോട്ടീസ് അയച്ചത്. ജനാധിപത്യ രാജ്യത്ത് ഇത്തരം സംഭവങ്ങൾ പൊതുജനങ്ങളിൽ നിന്നും അഭിപ്രായങ്ങൾക്കും വിമർശനങ്ങൾക്കും വഴിവെക്കും. വിമർശനങ്ങൾ മാന്യതര അതിർവരമ്പുകൾ ലംഘിക്കുകയോ അപകീർത്തികരമാവുകയോ വ്യക്തിപരമായ ആക്രമണങ്ങൾക്ക് കാരണമാവുകയോ ചെയ്യാത്തിടത്തോളം കാലം അവയെ അഭിപ്രായ പ്രകടനങ്ങളുമായി വേണം കാണാൻ. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുള്ള നടപടികളിൽ സമ്പൂർണ്ണ രാഷ്ട്രീയ നിഷ്പക്ഷത പ്രതിഫലിക്കണമെന്നും പിണറായി വിജയൻ കത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു.